ലോക്നാഥൻ ഹിയർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഫ്രണ്ട്സ് എല്ലാം വന്ന് പാർട്ടിക്കായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വൈകില്ലേ നിങ്ങൾക്ക്? സോറി, എക്സ്ക്യൂസ് മീ, ഐ വിൽ കം വിത്തിൻ 5 minutes. Come on, hurry up. തങ്കമ്മേ, ഇടി തങ്കമ്മേ, ഓ ഒന്നിങ്ങോട്ട് ഇറങ്ങി വാ എന്റെ തമ്പുരാട്ടി. ഞാൻ വന്നു കഴിഞ്ഞു പോവാം. എന്തോന്ന് വിഷമാടിയത്? ചില അമ്മൻ കോല് അലങ്കരിച്ച് നിർത്തിയിരിക്കുന്ന പോലെ. ഇഡിയറ്റ്, നിനക്കെന്താടി കുളിരും പനിയാണോ? നീ എന്താണ് പോച്ചു കൊണ്ടിരിക്കുന്നത്? എടി, എന്നെ ആരൊക്കെയാണ് ക്ഷണിച്ചിരിക്കുന്നത് നിനക്കറിയാമോ? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നിനക്കറിയാമോ? എടി, ഇംഗ്ലണ്ട്, അമേരിക്ക, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, ആഫ്രിക്ക, ഇവിടെയൊക്കെ ചുറ്റിക്കിറങ്ങി. ഞാനിവിടെ എങ്ങും വരുന്നില്ല. വീട്ടിലെ പിള്ളേർ തനിച്ചായിരുന്നു. എടി മണ്ടി, എടി കൺട്രി, ഈ സ്ഥലങ്ങളിലെല്ലാം ചുറ്റിക്കറങ്ങിയിട്ടുള്ള ആളുകളുടെ മുമ്പിലേക്കാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ പോകുന്നത്. അല്ല, ഞാൻ ഏതോ ഒരു വലിയ മനുഷ്യനാണെന്നും പറഞ്ഞ് മിസ്സസുമായിട്ട് പാർട്ടിക്ക് വേണമെന്നും പറഞ്ഞ് ഒരു പാർട്ടിക്ക് പോകേണ്ട വേഷത്തിലാണ് ഇരിക്കുന്നത്. നിന്നെ ആരെങ്കിലും വല്ല കുറച്ചാട്ടത്തിനെ ബുക്ക് ചെയ്യുള്ളൂ കേട്ടോ. ഞാൻ എന്ത് ചെയ്യാനാ? അവിടുന്ന് വാങ്ങിത്തന്ന ആ പരിഷ്കാരമുള്ള ഡ്രസ്സെല്ലാം എനിക്ക് ഇടാൻ പോലും അറിഞ്ഞുകൂടാ. അതെ, നിനക്കിടാൻ അറിഞ്ഞുകൂടാന്ന് എനിക്കറിയാം. എങ്ങനെ അറിയും? ഇനി പശുത്തൊഴുത്തിലും ചാമ്പപ്പരയിലും കിടക്കുന്ന നിനക്കിതെങ്ങനെ അറിയാം? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വല്ലപ്പോഴേക്കൊരു ഇംഗ്ലീഷ് സിനിമ കാണണമെന്ന്. വുമൺ ബൈ നൈറ്റ്, മാൻ ബൈ നൈറ്റ്, പാരീസ് ബൈ നൈറ്റ്, ബൈ നൈറ്റ്, ഇങ്ങനെ ബൈ നൈറ്റ് ആയിട്ട് രാജ്യകാര്യങ്ങളെ കാണിക്കുന്ന എത്ര സിനിമ ഉണ്ടെന്നറിയാമോ? നീ അതിൽ ഒരെണ്ണം അങ്ങനെ കണ്ടിരുന്നെങ്കിൽ ഈ രാത്രി എന്നുള്ളതിന്റെ പ്രാധാന്യം നീ മനസ്സിലാക്കുമായിരിക്കുന്നു. കൺട്രി വന്നിരിക്കുന്ന കണ്ടില്ലേ, മൂത്തമ്മമാരെ പറ്റ് മൂടി പുറച്ചെന്റെ ബോറ്റ് കിട്ടിയാലങ്ങ് വെച്ചേരും കേട്ടോ. എടി, ഞാൻ തലമുടി ഇട്ടാ പറഞ്ഞേ. എടി, തലമുടി കെട്ടിയാൽ ഇങ്ങനെ വെച്ച് ഒരു മുഴം പൊങ്ങിയിരിക്കണം, എന്നിട്ട് അതിനകത്തൂടെ കൈയിട്ട് ഇങ്ങനെ വലിക്കണം. ഇതാണ് ഫാഷൻ. അതിനൊക്കറിയാമോ? എടി, ആ നൈറ്റ് ഗൗണോടെ അടിയിലെടുത്തോ, എടുത്ത് അടിയിൽ കൊടുത്തോന്ന്. എടേ, ഞാനോ അങ്ങനെ മൂത്തോ കൂട്ടസ് അല്ലല്ല, മൊട്ടക്കോസ്. അതോ നീ എടുത്ത് വേറെ വല്ലയിടത്തും പെരട്ടിയോ? നീയേ നന്നാവില്ല. നിന്നെ തുണി ഉടുപ്പിക്കാനും ഇനി ഞാൻ തന്നെ വേണം. അയ്യോ വേണ്ട. അയ്യോ, ഇതെന്തൊരു വൃത്തിയേടാ. ഞാൻ ഇങ്ങനെ എങ്ങനെ ആളുകളുടെ മുമ്പ് പോകും? മുമ്പേ വേണ്ട, പറയാ പോയാ മതി. മേത്ത് എന്തെങ്കിലും ഒരു തുണി ഇടാതെ. നോ 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 നോ, മേത്ത് തുണിയെ പാടില്ലെങ്കിൽ ഞാൻ വരുന്നുമില്ല. നിന്നെയൊക്കെ തൊലി ഉരിച്ച് മുളക് ഉപ്പ് അരച്ച് തേച്ച് വെയിലത്ത് ഉണക്കാൻ വെക്കണം. പോട്ടെ, നീ മേത്ത് ഒരു തുണിയില്ല എന്നുള്ള പരാതി വേണം. ഇത് തുണിയോ? അല്ല, നന്തുണി. കുഞ്ഞുങ്ങൾക്കുള്ള കൊതുവല അല്ലേ ഇത്? അകത്തുള്ളതെല്ലാം പുറത്ത് കാണിക്കുന്നതാണ് ഇപ്പോഴത്തെ ഫാഷൻ. ഇത് ഇടുന്നതും ഇടാത്തതും ഒരുപോലെയാ. വേറെ എന്തെങ്കിലും കട്ടിയുള്ളതും അല്ലത്. കട്ടിയുള്ളത് വേണേ എന്റെ തൊലി ഉരിച്ചു തരാം. അല്ലേ, എന്നാ ഈ ബെഡ്ഷീറ്റ് എടുത്ത് പോച്ചു. അയ്യോ, ഇത് നല്ലതല്ല. പെണ്ണുങ്ങൾക്കെന്ന് പറഞ്ഞ ഒരു വേഷമില്ലേ? ഇല്ല, ഇപ്പൊ പെണ്ണുങ്ങളെല്ലാം ആണുങ്ങളുടെ വേഷമാണ് ഇടുന്നത്, ഷർട്ടും പാന്റും. പിന്നെ അവിടെ എന്നെ കാണാനായിട്ട് ഹൈ സൊസൈറ്റിയിലുള്ള ആളുകളൊക്കെ വന്നിരിക്കും. അവരെ കണ്ടാവണേ ഹലോ എന്ന് പറഞ്ഞാൽ കൈ കൊടുക്കണം. കൈ കൊടുക്കണോ? എന്റെ കൈയെല്ലാം എന്തോ കൊടുക്കും, കാല് കൊടുക്കും. മറ്റൊരു പുരുഷനെ ഞാൻ എങ്ങനെ തൊടും? തൊട്ടാലെന്താ, ഇലക്ട്രിക് ഷോക്ക് അടിക്കും. പിന്നെ ആ സമയത്ത് നീ എന്നെ ഇങ്ങോട്ട് നോക്കരുത്. ഞാൻ ഇങ്ങനെ ഒരുത്തൻ അവിടെ ഇരിക്കുന്നു എന്നുള്ള വിചാരമേ പാടില്ല. അതോട്ടെ, നീ എങ്ങനെ കൈ കൊടുക്കാം? അങ്ങനല്ല. ഹലോ ഹലോ അല്ല, ഹലോ ഹലോ പതുക്കെ. ഹലോ ഹലോ. അയ്യോ, ഈ തലയിൽ എന്തൊക്കെയാണ് കുത്തി വെച്ചിരുന്നത്? അയ്യോ, കൈകൊണ്ട് തൊടുന്നത് അത് ഹെയർ പിൻസ് ആണ്. അയ്യോ, വല്ലാതെ കുത്തുന്നു. അതേ ആദ്യമായിട്ടാ, പതിവായിട്ട് കുത്തുമ്പോഴത്തേക്ക് ആ വേദന മാറിക്കോളും. വണ്ടിക്കാളെ ചടഞ്ഞു വീണ് കിടക്കുന്ന വലിയ കിടക്കുന്നത്. എനിക്ക് ഈ ചെരുപ്പിന് പല്ലുണ്ടോ? പേപ്പെട്ട് കടിക്കുന്ന പോലെയല്ലേ കടിക്കുന്നത്. ഇത് ഞാൻ കയ്യിലെടുത്ത കടിച്ചു പിടിച്ചോ. ഇതിന്റെ പുറകെ ഒരു മുഴം പൊക്കം. ഇതിന് മുമ്പേ ആണോ പോകുന്നത്? ഇനി ഇതാണ് ഫാഷൻ, ഹൈ ഹീൽ ഷൂ. ഇതിട്ടുണ്ട് ഒരു 3-4 അടി നടക്കുമ്പോഴത്തേക്ക് പരിചയമായി.